റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇന്ന് അവധി ഇല്ലേ എന്ന് ചോദിക്കരുത്. ഏതൊക്കെ ജില്ലകളിലാണ് അവധി എന്നത് കൃത്യമായി പറയാം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാരൻ സുരേഷ്, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് എന്താണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്? നിലവിൽ മഴയുണ്ടോ? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മൺസൂൺ കാലത്ത് കണ്ടതിന് സമാനമായ സ്ഥിതി തന്നെയാണ് ഇന്ന് കാസർഗോഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. റെഡ് അലേർട്ട് വരുന്ന ദിവസം ഏറ്റവും തെളിഞ്ഞ ആകാശം, നല്ല കാലാവസ്ഥ, മൺസൂൺ കാലമാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് വൈകിട്ടാവുന്ന സമയമാകുമ്പോഴേക്കും തീർത്തും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ കനത്ത കാറ്റുണ്ടാകുന്നു, അതോടൊപ്പം തന്നെ കനത്ത മഴയുണ്ടാകുന്നു. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും അടക്കം ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നലെ കാഞ്ഞങ്ങാട് വലിയൊരു മതിൽ തകർന്നു വീഴുന്നതും ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല തീർത്തും വിഭിന്നമായി നമ്മൾ മറ്റൊരു മുന്നറിയിപ്പുള്ളത്, സാധാരണ കാലയളവുകളിൽ ഇടവപ്പാതിക്കാലത്ത്, കാലവർഷക്കാലത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ആ രീതിയിൽ അങ്ങനെ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെ വ്യാപകമായി ഉണ്ടാവാറില്ല. എന്നാലിപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം ഈ രീതിയിൽ ഇടിമിന്നൽ മായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികളടക്കം കടലിൽ പോകുന്നതിന് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പ്രദേശത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടോ? വെള്ളക്കെട്ട് രൂക്ഷമായ പ്രത്യേക ശ്രദ്ധ വേണ്ട മേഖലകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? മോത്തി, ദേശീയപാതയുമായി ചേർന്നുള്ള ചില മേഖലകളിൽ തന്നെയാണ് ആളുകൾക്ക് വലിയ ആശങ്കയുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ചെർക്കള അടക്കമുള്ള ചില മേഖലകളിൽ അപ്രോച്ച് റോഡുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ച് ജനവാസ മേഖലകളിലേക്ക് പോകുന്ന കാഴ്ച. അത്തരത്തിലുള്ള ചില മേഖലകളിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ തന്നെ അടിയന്തര ഇടപെടൽ വേണ്ടതായുണ്ട്. അത് നമ്മൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ രീതിയിലുള്ളൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അല്ലാതെ സാധാരണ രീതിയിൽ ഒരു വെള്ളക്കെട്ടുണ്ടാവുന്നതോ പുഴയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നതോ ആ രീതിയിലുള്ള ഒരു മലയോര മേഖലകളിലെ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മോത്തി.